കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വാങ്ങുന്നതിനായി മോഷണവും നടത്തുന്നു. ഇതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വാട്സാപ്പ് ശബ്ദ സന്ദേശവും ന്യൂസ് മലയാളത്തിന് കിട്ടി. ലഹരി വാങ്ങാനായി വിദ്യാർത്ഥികൾ മോഷ്ടിക്കുന്നതിലേറെയും ബൈക്കുകളാണ്. താക്കോലുണ്ടായിരുന്നത് എങ്ങനെ മറ്റേ രീതിയിലോടാക്കിയ അതൊക്കെ എന്ത് വെച്ചാല് നമ്മ ചെയ്യാന്നറിയാം. എന്താ പൊട്ടനായിരുന്നു ബൈക്ക് മോഷ്ടിക്കാൻ അറിഞ്ഞോടെ പണി വരുമെന്ന്. ഏതിലൊക്കെ ക്യാമറയിൽ പോക്കോടാ. എങ്ങനെ ഓടിയെന്ന് ക്യാമറയിൽ കൂടെ പിടിച്ചാണോ? എങ്ങനെ എനിക്ക് അടിക്കാനുള്ള സെയിലാക്കാൻ വേണ്ടിട്ടോ. എങ്ങനെ ഓടിച്ച് താക്കോലുണ്ടായിരുന്നു? വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, ഈ ദൃശ്യങ്ങളിൽ പറയുന്ന സംഭാഷണങ്ങളിലാണോ അത് വ്യക്തമാകുന്നത്? അതിനുമപ്പുറം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ കുട്ടികൾ ബൈക്ക് മോഷണം നടത്തിയതിന്? ലക്ഷ്മി, അതായത് കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കിട്ടിയത്. പണി എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാം കൂട്ടായ്മയും എല്ലാം ഇവർക്കുണ്ടായിരുന്നു. ആറാം ക്ലാസ് മുതലുള്ള കുട്ടികളായിരുന്നു ഇതിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഇവർ നടത്തുന്ന മോഷണങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചും എല്ലാം ഇവർ വീഡിയോ എടുത്തിടുകയും ഒപ്പം തന്നെ കഞ്ചാവ് വലിക്കുന്നതിൻ്റെയും മറ്റ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ അതിൽ പകർത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മനഃശക്തി പരീക്ഷണത്തിനായി പോലീസ് ജീപ്പിന് മുന്നിലൂടെ കഞ്ചാവ് വലിച്ചു നടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി വാട്സപ്പ് ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇട്ടിരുന്നു. ഇതിൽ തന്നെയാണ് കഞ്ചാവ് വിൽക്കുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വാങ്ങാൻ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ ബൈക്ക് മോഷണം നടത്തിയിരുന്നത്. ലക്ഷ്മി, ഒന്ന് ആലോചിക്കണം. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ മറ്റുള്ളവൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ച് അതിൽ നിന്നും പണം കണ്ടെത്തി സമൂഹത്തെ നശിപ്പിച്ച് കളയുന്ന ലഹരി മരുന്ന് വാങ്ങി ഇതേ സമൂഹത്തിൽ തന്നെ വിറ്റ് സമ്പന്നരാകുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോലും നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഭയാനകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കുട്ടികൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാത്രമല്ല, അതിക്രമം മാത്രമല്ല, മോഷണവും തുടങ്ങിയിരിക്കുന്നു. അത് ലഹരി മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ മോഷണങ്ങളേറെയും നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറെയും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. 18 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളുടെ എണ്ണം കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്, പെൺകുട്ടികൾ ഈ ഗ്രൂപ്പിലുണ്ട്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ പിതാവ് തന്നെയാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പോലീസിനെ അറിയിക്കുന്നതും. ആ കുട്ടിയുടെ പിതാവിൻ്റെ മോൾക്ക്, ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ക്രൂരമായ ശാരീരികമായ ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതേ തുടർന്നായിരുന്നു പിന്നീട് കുടുംബം ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും കുട്ടി കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും എല്ലാം ചെയ്തത്. ഇതോടെയാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നതും. കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു സംഘം പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ കുട്ടി ക്രിമിനലുകളുടെ സംഘം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മോഷണം പതിവാക്കിയിരിക്കുന്നു. ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് അത് പാർട്സാക്കിയാണ് ഇവർ വിറ്റിരുന്നത്. ഓരോ ബൈക്കിൻ്റെയും ഓരോ പാർട്സുകൾ എടുത്തുകൊണ്ട് അതായിരുന്നു ഇവർ വിറ്റിരുന്നത്. അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ബംഗാൾ, ആന്ധ്ര തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പോയി കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് ലഹരി മരുന്നുകൾ വാങ്ങുകയും അത് സമൂഹത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. കുട്ടികൾക്കിടയിൽ തന്നെയാണ് വിൽപ്പനകൾ ഏറെയും നടക്കുന്നത്. എന്തായാലും ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സഹിൻ പറഞ്ഞതുപോലെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നുണ്ടോ? എക്സൈസിൻ്റെ അടക്കം പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്? ഈ സ്കൂൾ കുട്ടികളിലെ ലഹരി വിൽപ്പന, അതിൻ്റെ ഉപയോഗം, ഇതെല്ലാം അടിയന്തരമായി തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തടയേണ്ടതുണ്ട്. ആ നിലയ്ക്ക് നീങ്ങിയിട്ടുണ്ടോ നമ്മുടെ സംവിധാനങ്ങൾ?
പോലീസ് ആന്നിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യങ്ങളൊന്നും പോലീസ് പുറത്തുവിടുന്നില്ല. പ്രത്യേകിച്ചും കുട്ടികളാക്കിയതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്തതോ അല്ലെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തുന്നതോ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതോ ഇതൊന്നും നമ്മളോട് പറയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇത് മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് വലിയ രീതിയിലേക്ക് ഈ സംഘം വളർന്നിരിക്കുന്നു. ഈ കുട്ടി ക്രിമിനലുകളുടെ സംഘം വളർന്നിരിക്കുന്നു. ആരെയും ഏത് സമയത്തും ആക്രമിക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു. അതിനുള്ള പണം അവരുടെ പക്കലുണ്ട്. പോരാത്തതിന് ലഹരി മരുന്ന്, ഏത് മുന്തിയ ഇനം ലഹരി മരുന്നും ഈ കുട്ടി സംഘത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഭയപ്പെടുത്തുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവ ഈ കുട്ടികളുടെ പക്കൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഹൈബ്രിഡ് കഞ്ചാവൊക്കെ 1 കിലോയ്ക്ക് 1 കോടിയിലധികം രൂപ വിലയുണ്ട്. ഇതൊക്കെ സുലഭമായി കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നതും. ഒപ്പം തന്നെ ഇങ്ങനെ പെൺകുട്ടികളും ഈ സംഘത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന, ലഹരി വിൽപ്പന നടത്തുന്ന, ലഹരിക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വലിയ സംഘം നമുക്കിടയിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് ലക്ഷ്മി ഏറെ ഭയാനകരമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കുട്ടികളൊക്കെ 4-5 വർഷം കഴിയുമ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായി ഈ സമൂഹത്തെ നിയന്ത്രിക്കേണ്ടവരായി മാറേണ്ട കുട്ടികളാണ്. അവർ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ക്രൂരകൃത്യങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. മോഷണം എന്ന് പറയുന്നത് 1-2 ബൈക്കുകൾ മോഷ്ടിച്ചാൽ തന്നെ ഇവർക്ക് ലഹരി മരുന്ന് വാങ്ങുന്നതിനുള്ള പണം കിട്ടും. ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരി മരുന്നുകൾ വാങ്ങുകയും അത് വളർന്നു വരുന്ന ഇവരോടൊപ്പമുള്ള സഹപാഠികൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ സംഘത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 3 കുട്ടികൾ, ഈ ക്രിമിനൽ സംഘത്തിലെ 3 കുട്ടികൾ പോക്സോ കേസിൽ പ്രതികളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പെൺകുട്ടികളെ അടക്കം ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു സംഘമായി ഇവർ വളർന്നിരിക്കുന്നു എന്നതാണ് ലക്ഷ്മി ശ്രദ്ധേയം. സഹിൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര കുട്ടികൾ ഈ തരത്തിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കുകയും പുനരധിവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റേണ്ടുന്ന അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ചികിത്സ നൽകേണ്ടുന്നൊക്കെ ആവശ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ആ നടപടികളിലേക്കൊന്നും തന്നെ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇത് അന്വേഷിക്കുന്നു എന്നല്ലാതെ ഈ കുട്ടികളെ കസ്റ്റഡിയിലെടുക്കാനോ അവരെ വിശദമായി ചോദ്യം ചെയ്യാനോ അവരെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ചികിത്സകൾ അവർക്ക് നൽകാനോ ഉള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിലേക്ക് വരും ദിവസങ്ങളിൽ പോലീസ് കടക്കുമെന്ന് നമുക്കൊരു ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും നമ്മളെ അടക്കം ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പുറത്തു നിൽക്കുകയാണ്. ഈ കുട്ടി സംഘം വളർന്ന ഒരു വലിയ സംഘമായി മാറിയിരിക്കുന്നു. ഈ കുട്ടി ക്രിമിനലുകൾ വളർന്ന ഒരു കൂട്ടം ക്രിമിനലുകളായി മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ പക്കൽ ഇത്രയധികം പണം എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുടുംബക്കാർ പോലും അല്ലെങ്കിൽ വീട്ടുകാർ പോലും അന്വേഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ്, കൊക്കൈൻ അടക്കമുള്ള മുന്തിയ ഇനം ലഹരി മരുന്നുകളാണ് ഈ കുട്ടികളിലേക്ക് എത്തുന്നത്. അതൊക്കെ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്താണ് ഈ കൊക്കൈനൊക്കെ എത്തിത്തുടങ്ങിയത്, ഹൈബ്രിഡ് കഞ്ചാവൊക്കെ എത്തിത്തുടങ്ങിയത്. അതെല്ലാം സുലഭമായി ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് പുറകിൽ വലിയ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ്? ഈ സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന യുവതലമുറയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണോ? അതിൻ്റെ ഭാഗമായി ഈ കുട്ടികളെല്ലാം മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്ക് പോലീസിൻ്റെ അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി, കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണ്. അതിൻ്റെ തെളിവുകളാണ്, വീഡിയോ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. തീർച്ചയായും ഇക്കാര്യങ്ങൾ പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തര നടപടികളാണ് ആവശ്യം. നടപടികൾക്കൊപ്പം ബോധവൽക്കരണവും നമ്മുടെ രക്ഷിതാക്കൾ, പൊതുസമൂഹം അറിഞ്ഞിരിക്കണം. ഇത്തരത്തിൽ ലഹരി വലകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ വീട്ടിലെ കുട്ടി അസ്വാഭാവികമായി പെരുമാറിയാൽ, അസാധാരണമായി പെരുമാറിയാൽ അത് ശ്രദ്ധിക്കണം. അതിനെ ഇതുമായി കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത്തരത്തിൽ തന്നെ ചിന്തിക്കണം. എന്നിട്ട് വേണം കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടത്. ഏതായാലും ബോധവൽക്കരണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്രയധികം കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ ലഹരി വലകളിൽ ചെന്നുപെടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം. വിപുലമായ ബോധവൽക്കരണം
ആവശ്യമുണ്ട്. ഈ കേസുകൾ എടുക്കുന്നതിനും അപ്പുറം തുടർ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ അത്തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.